ഗേറ്റും കൂടി അടച്ചിട്ട് പോവാ. അപ്പൊ ഞങ്ങളിത് അമ്പലത്തിൽ പോയി എത്തി. ഗിരി ചേച്ചി അവിടെ മത്തങ്ങ കിടക്കണ്ട. രണ്ടുപേരും കണ്ടുമുട്ടിയല്ലോ. പേളിക്കുട്ടി ഞാൻ പോവാട്ടാ, ഞാൻ പോവാ. നമ്മുടെ പച്ചച്ചീര അറിയില്ലേ, ഇനി നമുക്ക് ചുവപ്പ് ചീരയും അതേപോലെ തന്നെ കുതിരി ചീര കേട്ടാ. ചീര എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് പോവാ. അയ്യോട്ടാ. അപ്പൊ നമ്മളെപ്പോഴും പറയണ പോലെ നമ്മുടെ പറമ്പിൽ തന്നെ മുളയ്ക്കുന്ന ചീരകളാണ് ഏറ്റവും കൂടുതൽ. നമ്മൾ പറിച്ച് നടൽ ഇത്തിരി കുറവാണ്, എന്നാലും ഒരു ഭംഗിക്ക് വേണ്ടി കുറച്ച് നടാറുണ്ടല്ലോ. അപ്പം ഇന്ന് കുറേ ചീര അരിയാനുണ്ട് കേട്ടാ. അപ്പം ഇപ്പം ഞാൻ ഈ അരിയണതൊക്കെയും തന്നെ മുളച്ചിട്ടുള്ള നമ്മുടെ ചീരകളാണ്. പിന്നെ നോക്കിയേ, നമ്മുടെ ഇതാ മുളകുമ്പോൾ നോക്കിയേ, മുളകായി തുടങ്ങിയണ്ടാ. നന്നായി മുളക് ഉണ്ടായി തുടങ്ങിയിട്ടാ. നല്ല നീളമുള്ള മുളക്, കുറച്ചും കൂടി നീളം വരും കേട്ടാ. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് നിൽക്കണ നമ്മുടെ മണിത്തക്കാളി നോക്കിയേ, വലിയൊരു കടയത്. പിന്നെ നമുക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ നമ്മുടെ ഈ ഒരു മുളകില്ലേ, ഇപ്പം ഞാൻ ഈ കാട്ടിൽ തന്ന മുളക്, ഇത് നമ്മളിവിടെ 80 കടയായിട്ട് വെച്ച് കൊടുത്തോണം. എല്ലാ കടയും മുളകായി തുടങ്ങി. നല്ല ഭംഗി. ഇത് പിന്നെ അവിടെ മുളക്, ഈ നമ്മുടെ അവിടുത്തെ ഓരോ മുളകുണ്ടായി കാണുമ്പോൾ നല്ല ഭംഗി തോന്നാറുണ്ട് കേട്ടോ. ഇത് മാത്രമല്ല നമ്മുടെ ഭാസ്കര മുളകായാലും കാണാൻ നല്ല ഭംഗിയല്ലേ. അതേപോലെ നമ്മുടെ ഉണ്ടമുളക് ആയാലും. നടന്ന് അരിയണം ചീര നമുക്ക്. ഞാനത് എപ്പോഴും പറയാറുണ്ട്. പുതിയതായിട്ട് ആരെങ്കിലും കാണുകയാണെങ്കിൽ പറയണതാണ് കേട്ടാ. ഞാൻ അങ്ങോട്ട് നീങ്ങിട്ടരിക്കാം നമുക്ക്. അപ്പം ഇതവിടെ കൊണ്ടുവയ്ക്കട്ടെ, എന്നിട്ട് പിന്നെ ബാക്കിയുള്ളത് തരിക. ആ ഭാഗത്തുനിന്ന് എരിഞ്ഞ കെട്ട നമ്മൾ ഒരു പുല്ല് കൊണ്ടുവച്ചിട്ട്, ഈ ഭാഗത്തുനിന്ന് വെച്ചിട്ടായിട്ട് തീ കെട്ട്. ഇനി ആ ഭാഗത്തുനിന്ന് കൂടി എരിയണം നമുക്ക്. ഇവിടെ പോട്ടെ. എത്ര പ്രാവശ്യം നമ്മൾ അരിഞ്ഞിട്ടുള്ള ചീര എന്നിട്ട് ഇതുമത്തിപ്പോൾ ഏതാണ്ട് ഒരുവിധമായിട്ടാണ്. ഇനി അടുത്തത് വരുമ്പോഴേക്ക് നല്ല കതിരായിട്ട് വന്നു തുടങ്ങി. അത് അത്ര പ്രാവശ്യം അരിയിൽ കഴിഞ്ഞു. നമ്മൾ നട്ടു കൊടുത്തിട്ടുള്ള ഈ ഒരു ചീരയുടെ ഈ ഭാഗത്ത് മുന്നത്തേക്ക് ഇങ്ങനെ നിൽക്കും കുറേ നാളരി. അപ്പതാ നമ്മുടെ പച്ചച്ചീര അരിയില്ലേ, ഇനി നമുക്ക് ചുവപ്പ് ചീരയും അതേപോലെ തന്നെ കുതിരി ചീര ഇല്ല കേട്ടാ. ചീര ഒരു ഭാഗത്തുള്ള അരിഞ്ഞാൽ ഇതിക്ക് പാട് തുടങ്ങുക. ഞാൻ ഇത് ഒന്ന് കെട്ടി വെച്ചിട്ട് ഇനി ബാക്കിയുള്ള കരിയാണ്. വാഴവെള്ളം എടുത്തിട്ടുണ്ട്.
ഇനി നമുക്ക് ചുവപ്പ് ചീര അരിയാം. ചുവപ്പ് ചീര തന്നെ ഇവിടെ അടുത്ത് തന്നെ ഉണ്ട്, പിന്നെ അവിടെയും ഉണ്ട്. അവിടെ സുന്ദരി ചീര. ഇത് പുതിയതായിട്ട് നമ്മൾ നട്ടതാട്ടാ, ആദ്യമായിട്ട് അരിയാൻ പോണത് ഇതുമെന്ന്. ഇപ്പം തൊട്ടേ മഴ ഇടയ്ക്കപ്പോൾ ഇങ്ങനെ തന്നെ പുല്ല് മുളയ്ക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കി നിൽക്കേ പുല്ല് മുളയ്ക്കുക. ഓരോ ഭാഗത്തുനിന്ന് വൃത്തിയാക്കി വരുമ്പോഴേക്കും അടുത്ത ഭാഗത്ത് കാട് പിടിക്കുന്ന പോലെ പുല്ല് വളരണേ. എന്നും പുല്ല് വലിക്കലുണ്ട് കേട്ടോ ഇപ്പോൾ. അപ്പോൾ ഇതാ പുതിയ ഒരു തൈ കുറച്ച് വെച്ച് കൊടുത്താൽ ഇത്രയും കിട്ടി. അപ്പോൾ ഇതാ ഇത്രയും ചുവപ്പ് ചീരയായിട്ട് നമ്മൾ അരിഞ്ഞെടുത്തോണം. അടുത്ത വട്ടം അരിയുമ്പോഴേക്ക് നന്നായിട്ടാവും. ഇത് പുതിയ തൈയല്ലേ. ഇനി നമ്മുടെ സുന്ദരി ചീര. അതിന് മുന്നേ ഞാൻ നമ്മുടെ ചുവപ്പ് ചീരനെ ഒന്ന് കെട്ടി വയ്ക്കട്ടെ. നല്ല വെയിലായി തുടങ്ങിയിട്ടാ. കാരണം നമ്മൾ രാവിലെ നേരത്തെ വന്നതാണെങ്കിലും കൂടിയിട്ട് ഓരോന്ന് അരിഞ്ഞൊക്കെ വരുമ്പോൾ സമയം എത്രയായി. അപ്പോൾ നോക്കി നമ്മുടെ സുന്ദരി ചീര വന്നു കഴിഞ്ഞാൽ എനിക്ക് അരിയണേക്കാളും മുന്നേ സുന്ദരി ചീരയുടെ ഭംഗി ആസ്വദിക്കലാണ്. കാരണം നോക്കിയേ എന്ത് ഭംഗിയാ ഉണ്ടോ. ദേ ഇങ്ങനെ പിടിച്ചാലേ അറിയുള്ളൂ ഭംഗി. ഇവിടെയൊക്കെ നോക്കിയുണ്ടോ. അപ്പോൾ നമുക്ക് അരിയാം. ഒരു കടയമെന്ന് തന്നെ നമുക്ക് ഇതൊരു കടയമെന്ന് അരിഞ്ഞതാട്ടെ ഞാൻ. ഇതേ ഇപ്പം ഈ ഒരു കടയമെന്ന് ഞാൻ കാട്ടിത്തരാം. ഉണ്ടോ, ഒരു 2 കട ഉണ്ടായാൽ നമുക്ക് വീട്ടിലേക്കുള്ള കറി കിട്ടും സുന്ദരി ചീരയിൽ നിന്ന്. അപ്പോൾ നമ്മുടെ പച്ചച്ചീര അങ്ങനെ തന്നെയാട്ടോ. ഇപ്പോൾ ചുവപ്പ് ചീര ഞാൻ ഇപ്പോൾ ഒരു സമയത്ത് അരിഞ്ഞ് കാട്ടി വന്നില്ലേ, ആ ടൈമിൽ അരിഞ്ഞ് ഇതേപോലെ തന്നെ നമുക്ക് അരിഞ്ഞെടുക്കാൻ പറ്റും. നമ്മുടെ സുന്ദരി ചീരനെ ഞാൻ അരിഞ്ഞിട്ട് കയ്യിലേക്ക് വയ്ക്കുമ്പോൾ നോക്കിയേ കണ്ടോ ഭംഗി. നമുക്ക് ഇവിടെ സുന്ദരി ചീര കണ്ട വാടുന്നത് എന്താണെന്നറിയോ. ഞാൻ ഒരു ദിവസം വീഡിയോയിൽ പറഞ്ഞില്ലേ, തുരപ്പന്മാരുടെ ചാല് പോണത് പൊത്ത് തീ കൂടിയാ. നമ്മൾ രാവിലെ നനയ്ക്കുമ്പോൾ ആ പൊത്തിലേക്ക് നന്നായിട്ട് വെള്ളം അടിച്ചു കൊടുക്കുക. അപ്പോൾ അത് പോണ വഴിക്കുള്ള ചീരകൾക്കാണ് അടി വാട്ടം വരുന്നത്. അങ്ങനെ ഇത് വാടി ഈ ഒരു വരി ഫുള്ള് ഇങ്ങനെ മാന്തി പോകുന്നുണ്ട്. പിന്നെ 2 കട നമ്മൾ നിർത്തിയിട്ടുണ്ട്. ഈ 2 കട ഇത് അരിഞ്ഞെടുക്കണ്ട്. നോക്കിയേ കണ്ടോ ഒരു തണ്ട്. അതിന് അരിയുമ്പോഴേക്ക് വാടുക, നല്ല വെയിലായാലും അത് കാരണം എന്താ. അപ്പോൾ ഇത്രയും ചുവപ്പ് ചീരയായിട്ടോ നമ്മൾ അരിഞ്ഞെടുത്തേ. ചുവപ്പ് ചീരയല്ല സുന്ദരി ചീര. ഇനി നമുക്ക് വീട്ടിൽ പോകാം അതൊക്കെ കൊണ്ട്. നമ്മുടെ ചീരയ്ക്കും കൊണ്ട് ആദ്യം വീട്ടിൽ പോട്ടെ. കാരണം ഞാൻ ചീര അരിയാൻ വരുമ്പോഴേ തന്നെ അവിടെ കുട്ടിയോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരവിടെ വരും. പിന്നെ അത് വാടല്ലേ. നമ്മുടെ ഇന്നത്തെ ഈ പച്ചക്കറി വിശേഷത്തിൻ്റെ ഇടയിൽ നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ വിഷുവിൻ്റെ വിശേഷം കൂടി ഒന്ന് കാണിക്കാട്ടാ.
അത് മൂന്നാണെത്തും ഇതെന്ത് ഇതിലെത്ര പേരുണ്ട്? ആ നമ്മുടെ കുട്ടി കമ്പിച്ചിരി പടക്കം ഭയങ്കര പേടിയത് ഇവിടെ എല്ലായിടത്തും നന്നായി പൊട്ടി അവിടുത്തെ കഴിഞ്ഞിട്ടില്ല അതൊരു കമ്പിട്ട് തിരിഞ്ഞു നോക്കണേ. കാണുമ്പോഴേക്ക് പടക്കം ഭയങ്കര പേടി. കുട്ടിപ്പട്ടാളങ്ങൾക്ക് കല്യാണിക്ക് മാത്രമേ പേടിയുള്ളൂ. അപ്പൊ ചായ കഴിഞ്ഞ ഉള്ളിൽ ഇരിക്കാതെ എടുത്ത് നമ്മളെ കണ്ടപ്പോൾ ഓടി പോകുന്നതാ കൺമണിയിൽ കിടക്ക്. ആര് പൊന്നെ പടക്കം പോട്ടുണ്ടോ? വിശ്വായിട്ട് തന്നെ എന്റെ മക്കൾ കണ്ടിട്ടില്ല കാഴ്ചയിലാട്ടാ. നോക്കിയേ നമ്മുടെ കല്യാണിക്കുട്ടി നിൽക്കണേ. കല്യാണിക്കുട്ടി മാത്രം അറ്റത്തെത്തി. ഭയങ്കര പേടി കല്യാണിക്കുട്ടിക്ക്. മാലാട്ടി അവിടെ അവിടെ നിൽക്കുക ഷായന്റെ അടുത്ത്. കല്യാണിയെ സമാധാനേ അവരോട് പടക്കം പൊട്ടിട്ട് നിർത്താൻ പറയുള്ളൂ. നോക്കി നമ്മുടെ നോക്കി കുട്ടിപ്പട്ടാൾക്ക് വല്ല പേടിയുണ്ടോ നോക്കിയേ. കല്യാണി കുട്ടിക്ക് മാത്രമേ പേടിയുള്ളൂ. നമ്മൾ വന്നവളെ ഹാപ്പി കണ്ടോ ഉണ്ടോ? അച്ഛനോട് ഇരിക്കണുണ്ടോ? ഷായിട്ടാ ഞങ്ങളെ കമ്പിച്ചിരി എത്തിക്കാൻ പോയിട്ടാ. കാണുമ്പോഴേക്ക് അവിടെ പോയിട്ട് പടക്കം പൊട്ടിയിൽ കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഞങ്ങൾ ഇവിടെ പോകുന്നു. അവൾക്ക് പേടി തുടങ്ങി. ഇത്ര സമയമായില്ലേ. ഞാൻ കണി വയ്ക്കും വേണം. എനിക്ക് കണി എടുക്കണം. കണി ഒരുക്കിയിട്ടില്ല. അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ കണി ഒരുക്കണേ. അവിടെ കണി ഒരുക്കിയ ഇതാ അച്ചാച്ചനൊക്കെ കെടുന്നിട്ടാണ് ഇതാ കണി ഒരുക്കും. ഞാൻ കമ്പിച്ചേക്കണം. പട്ടാളങ്ങൾ വിശാഖിക്കല്ലേ ഫോട്ടോ നമ്മുടെ കുട്ടികൾക്ക് ഇഷ്ടമായോ? ഇതാണ് വീശു കുഞ്ഞോ പടക്കങ്ങൾ കൊട്ടും കമ്പിത്തിരി കത്തിക്കും. കണ്ടോ കൺമണി കുട്ടുമ്പോ കമ്പിത്തിരി കത്തിക്കണേ കണ്ടോ? ഞാൻ കത്തിക്കുന്നുണ്ടോ? നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങൾക്ക് നല്ല ഇഷ്ടമായിട്ടാണ് ഇതെന്താ ഇങ്ങനെ കത്തിക്കുന്നത് നോക്കിയിട്ട് അവര് കാണാനായിട്ട്. എല്ലാം കണ്ടു വളരട്ടെ. പേടിയും ഭയം മാറട്ടെ. കുറച്ച് പേടിയിൽ നമ്മുടെ കല്യാണ കുട്ടിക്ക് മാത്രമേ ഉള്ളൂ. അത് കാരണം ചായയുടെ കൂടുതൽ അവരെ ഇരിക്കുക. പക്ഷെ ഇതൊന്നും അവർക്ക് പേടിയില്ല. നല്ല ഇഷ്ടമായിട്ട് എല്ലാവരും വന്ന് കാണാൻ നിൽക്കുന്നുണ്ട്.
അടുത്ത പാക്കറ്റ് എടുത്തിട്ട് ഇവിടെ കൊണ്ടുവച്ചില്ല അകത്ത് പോയി എടുത്തിട്ട് വരാം എടുത്ത് കൊണ്ടുവരാം. പിന്നെ കമ്പിത്തിരി അതേപോലെ നമ്മുടെ പടക്കം അതൊക്കെ പൊട്ടിക്കലും കാണലൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ വിഷുക്കണി ഒരുക്കി. പിന്നെ പുലർച്ചെയാണ് കേട്ടോ നമ്മൾ ഇതേപോലെ വിളക്കൊക്കെ കത്തിച്ച് വീട്ടിലെല്ലാവരും വിളിച്ച് വിഷുക്കണിക്കും കാണിക്കുക. പുലർച്ചെ ഒരു 3 മണിക്ക് ശേഷമാണ് കേട്ടോ. ഇനി നമ്മൾ കിടക്കില്ല കേട്ടോ. അപ്പം ഞാൻ നേരെ അടുക്കളയിലേക്ക് എൻ്റെതായ കുറച്ച് കറികളും കാര്യങ്ങളൊക്കെ വെക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങൾ പോവാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുക വിഷുക്കട്ട ഉണ്ടാക്കലായിട്ട് ആദ്യം ചെയ്യുക. അപ്പോൾ അതിൻ്റെ വിഷുക്കട്ടയൊക്കെ ഉണ്ടാക്കൽ കഴിഞ്ഞു. അതിന് ശേഷമാണ് നമ്മൾ പിന്നീട് സദ്യയും കാര്യങ്ങളൊക്കെ ഒരുക്കുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ അമ്പലത്തിലേക്ക് പോവാട്ടാ. ടൈസും കൂട്ടാ അല്ലോ അവിടെ ഇരുന്നോളോ. തിരുവണിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലേക്കാട്ടോ നമ്മൾ തൊഴാൻ വന്നിട്ടുള്ളത്. ഒല്ലൂക്കരയാണ് കേട്ടോ. അപ്പോൾ എനിക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ വീടിൻ്റെ അടുത്താണ് നമ്മുടെ തിരുവണിക്കാവ് ക്ഷേത്രം. അപ്പോൾ കൂടുതൽ അടുപ്പം എനിക്ക് ഇങ്ങോട്ട് വരാനാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വിശേഷ ദിവസങ്ങളിലേക്ക് ഞാൻ വരിക തിരുവണിക്കാവ് ക്ഷേത്രത്തിലേക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇതേ അമ്പലത്തിൽ പോയി എത്തി. കൺമണിക്കുട്ടിയുടെ അച്ചാച്ചൻ്റെ അമ്മാമേരെ കൂടെയൊക്കെ ഇതേ അമ്പലത്തിൽ പോയി കൺമണിക്കുട്ടി വന്നു. കൺമണിക്കുട്ടി ഹാപ്പി വിഷു പറഞ്ഞേ. എല്ലാവർക്കും ഹാപ്പി വിഷു. ഇനി എന്താ നമുക്ക് ഭക്ഷണം കഴിക്കണം അല്ലേ? നല്ല ഭംഗിയുണ്ട് കേട്ടോ കൺമണിക്കുട്ടിയുടെ ഡ്രസ്സ്. നല്ല ഭംഗിയായിരിക്കുന്നു. നല്ല സെറ്റ് മാലയൊക്കെ സൂപ്പറായിട്ടുണ്ട്. ഇതും നല്ല വരിക്ക് വാ. ആഹാ ആയ് നല്ല രസമായിട്ടല്ലേ. നോക്കിയേ കൺമണിക്കുട്ടിയുടെ കയ്യുമ്പേ ഉണ്ടോ എന്ത് രസ. നമ്മള് അടിപൊളി. നല്ല ഇങ്ങനെ അവിടെയാ. മോളില്ല അവലെത്താൻ പറ്റിയ കൂടുതലാണ് എങ്കിൽ ഇവളേ അങ്ങനെയല്ലോ. നമ്മുടെ കൺമണിക്കുട്ടിക്ക് ഇപ്പോൾ ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കണം. പിന്നെ ഇനി വീട്ടിൽ പോകണം കൺമണിക്കുട്ടിക്ക് ഭക്ഷണം കഴിക്കാൻ. കൺമണിക്കുട്ടി 2 വീട്ടിലായിട്ട് കാര്യങ്ങൾ നടക്കണം. ഞാനിപ്പോൾ ഈ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ പോയിട്ടാൻ വരണ്ടി. അപ്പൊ നമ്മളെ വീട്ടിൽ പോവാം. മറ്റേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അമ്പലത്തിൽ പോയി വന്ന് വേഗം അമ്പലത്തിൽ പോകാനാണ് പതിവ്. പക്ഷെ ഈ പ്രാവശ്യം അങ്ങനെയല്ല. അമ്പലത്തിൽ പോയി വന്ന് നമ്മളിവിടെ ഭക്ഷണം കഴിച്ച് പിന്നെ കുട്ടിപ്പട്ടാളങ്ങൾക്കുള്ള ഭക്ഷണം കൊടുത്തിട്ടാണ് ഇപ്പൊ വീട്ടിൽ പോകുന്നത്. കാലത്തെ ഭക്ഷണം വീട്ടിൽ പോയാലും വേഗം തന്നെ ഇങ്ങോട്ട് വരും വേണ്ടട്ടാ. കുട്ടിപ്പട്ടാളങ്ങളുടെ കാര്യം കൂടുതൽ സമയം നമ്മളത് നിൽക്കില്ല. അങ്ങനെ ഇതാ വീട്ടിലെത്തി. അപ്പം തന്നെ ഭക്ഷണം കഴിക്കാനിരുന്നു കേട്ടോ. കാരണം എന്നെ വെയിറ്റ് ചെയ്തിട്ടാണ് അവിടെ എല്ലാവരും ഇരുന്നിരുന്നത്. അങ്ങനെ ഇതാ ഒരു വട്ടം കൂടി ഇതാ കുറച്ച് ഭക്ഷണമൊക്കെ എടുത്ത് അമ്മയുടെയും അതേപോലെ ചേട്ടൻ്റെയും അനിയൻ്റെയൊക്കെ വൈഫും മക്കളൊക്കെയാണ് അവരെല്ലാവരും കൂടി ഇരുന്ന് വീണ്ടും ഭക്ഷണമൊക്കെ കഴിക്കാനായിട്ട് ഇരുന്നു കേട്ടോ. കണ്ണന്റെ വീട്ടില് അടുത്ത ആഴ്ച പൂരാണ്. അമ്മായി വരണം. പിന്നെ പറയുന്നൊരു കാര്യം എന്താ പറയൂ, അമ്മായി പാതിരിക്കായാലും വരണമെന്ന്. കാരണം അമ്മായിക്ക് എപ്പോഴും പണിയാണല്ലോ. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് അതുപോലെ വന്നാ മതി. കണ്ണൻ ചിരിക്കലോ. അപ്പൊ നമ്മളെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴേ മക്കളുടെ കൂടെ ഒന്ന് അടുത്തിരുന്നതാ കുറച്ചു നേരം. ഇറങ്ങണം വേഗം. എന്നാലും ഞങ്ങൾ കുറച്ചു നേരം ഇരുന്നില്ല മുട്ടിയെ. കണ്ണേ അച്ചു ഹായ് ഹായ് പറയും. നമ്മുടെ അച്ചൂട്ടനാണ് അമ്മായി വീഡിയോ പിടിക്കണം യൂട്യൂബിൽ ഉണ്ടെന്ന്. അതുകൊണ്ട് തന്നെ അച്ചൂട്ടൻ എൻ്റെ ഒരു വീഡിയോ എത്ര പ്രാവശ്യം കാണും? അവനുള്ള വീഡിയോ ആണെങ്കിൽ കൊറേ വട്ടം കാണും ചെയ്യാൻ വേണ്ടിയിരുന്നു. അല്ല തക്കൂടെ കാണില്ല അമ്മായിന്റെ വീഡിയോ. ഹാപ്പി വിഷു പറഞ്ഞ കണ്ണാ.
അപ്പം ഞാനിതാ വീട്ടിൽ നിന്ന് ഇറങ്ങാട്ടാ. ടാറ്റ. അമ്മു കണ്ണുകുട്ടി പോട്ടെ, ചേട്ടൻ പോവാട്ടാ. സുനി നീതമ്മ പോട്ടെ. ആരും പിരിഞ്ഞിട്ടില്ല, ആദ്യം ഇറങ്ങുന്നത് ഞാനാട്ടെ വീട്ടിൽ. അച്ചു ഉമ്മ കണ്ണൻ ഉമ്മ തന്നെ ഉമ്മ പോട്ടെ. ഉമ്മ തക്കുടാ കണ്ണാ. അച്ചു ബൈ. അടുത്ത വീഡിയോയില് ഈ വീഡിയോ ഇട്ടിരിക്കണം. ആ വിടും, അമ്മായി വിടും കേട്ടാ. പിന്നെ കുട്ടിപ്പാടുകളുടെ അടുത്ത് കാലത്ത് തിരക്കല്ലായിരുന്നേ. വേഗം വേഗം അവരെ ഓരോ കാര്യങ്ങൾ കഴിച്ച് ഓരോ സ്ഥലത്തേക്ക് പോവാനുള്ള ധൃതിയായിരുന്നു ഇവരെ കൂടെ. അമ്മേനെ നോക്കണേ അവര്. അമ്മ എന്താ മൈൻഡിയാതെന്ന് ഞാൻ ആലോചിക്കണെന്ന്. അതിനെ രാവിലെ കണ്ടിട്ടുണ്ട്. രാവിലെ ഉമ്മത്തിലും അങ്ങനെയുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതാണ് പേടിക്കുട്ടികൾ പോണത്. അല്ലെങ്കിൽ അമ്മ മക്കള് തമ്മിൽ ഉമ്മത്തിലുണ്ടേ. പിന്നെ അവര് അവിടെ വന്നിക്കും, അവള് അവിടെ വന്നിക്കും ഇപ്പോഴും. അതെ അമ്മ പോയി രാവിലെ അമ്മ തന്നിട്ടില്ലേ. അത് നമ്മ അമ്മ വരാത്ത കാരണം ഒരു ഉഷാറില്ലാത്ത സങ്കടോ. കല്യാണി വന്നു. പിന്നെ അവിടെ ഇരിക്കാം നമുക്ക്. വാ അവർക്ക് ഇവിടെ ഇരിക്കണേക്കാൾ ഇഷ്ടം അവിടെ ഇരിക്കണം. അവിടെ നമ്മുടെ മടിയിൽ തല വെച്ച് കിട്ടല്ലോ. ഇത് കണ്ട നോക്കിയേ, വരിക്കുന്നു നോക്കിയേ, ഇങ്ങനെയൊക്കെ തല വെച്ചിരിക്കൂലേ വന്നു കഴിഞ്ഞാ. ഓരോരുത്തരും ഇങ്ങനെയാ. അതൊരാള് ഊഴം കഴിച്ചിട്ട് വേണം അടുത്ത ആൾക്ക് അല്ലേ. കല്യാണി ആരെ മടിയിലേക്ക് വേണ്ടത് ആലോചിച്ചിട്ടാണ് വരണ. ഷായന്റെ മടിയിൽ അവൻ തല വെച്ച് കിടക്കല്ലേ. അവളപ്പൊ ഷായന്റെ മടിയിലേക്ക് നോക്കിയാ കാണാ. ഇവൻ കണ്ടത് ഇങ്ങനെ തല വെച്ചിരിക്കുന്ന ഒരു പണി. കല്യാണി വന്നു അവിടേക്ക്. കല്യാണി ആള് വായോ റൊണാൾഡോ ഇങ്ങോട്ട് വന്നപ്പോ കല്യാണി ഇവൻ ആ ഷായന്റെ മടിയിലായി അങ്ങോട്ട് വന്നു കേട്ടാ. ചൂണ്ടിരിപ്പണ്ണേ എടി ചൂണ്ടിരിപ്പണ്ണേ. അപ്പൊ ഇങ്ങനെ അയ്യാ വായിക്കുന്ന മഴിക്കണൊക്കെ ഞങ്ങൾക്ക് എങ്ങനെയാ ഏത് പേരും ഓരോ പോലെ ശ്രദ്ധിക്കണം. നമ്മളിപ്പോ ഒരാൾ വന്ന് ഒരാളെ ശ്രദ്ധിച്ചപ്പോ ഒരാൾ പണിങ്ങി പോവും. ഇപ്പൊ നോക്കിയ ഒരാളിരിക്കണേ. വാടാ വാടാ. അവനെ വിളിക്കാത്ത തന്നെ നോക്കി പോണ്. റൊണാൾഡോ വായോ. ഇതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ കുഴപ്പം. എല്ലാവരും ഓരോ പോലെ വിളിച്ചു നോക്കും. നെയ്മർ മോന്റെ അടുത്തേക്ക് പോട്ടെ, ലൈറ്റിന് പോലെ നെയ്മർ കുട്ടിയുടെ അടുത്ത് പോട്ടെ. അവൻ പണിയിരിക്കണേ. ഇവരെന്ന് വെച്ചാലേ ഒരാളെ തൊട്ടുണ്ട് ഇതേ കണ്ട അതേമാതിരി ഓരോരുത്തരും തൊടണം. എന്തിനാ പണിയിച്ചില്ലേ. വായോ വായോ മേഡം പോവാ. വാടാ അവൻ നോക്കിയാ അവനെ തൊട്ടിട്ടില്ല. അതാണ് ആള് പണിങ്ങി നടക്കും. എല്ലാവരും തൊട്ടു നോക്കിയേ ആൾക്ക് ലോട്ടറി കിട്ടിയോണാ. മോൾക്ക് മടിയിൽ എന്റെ മോളിൽ അവിടെ ഇരിക്കുന്നു. മോള് ഇങ്ങനെ റൊണാൾഡോ പണിയാണ്ടൊക്കെയാള്. ഞങ്ങളല്ലേ ഇവരടുത്തേക്ക് വന്നിട്ടുണ്ടെങ്കിലേ എന്താ പറയാ ലക്ഷമായിട്ട് ഞങ്ങൾക്കന്നെ അറിയില്ല എങ്ങനെയാണ് എല്ലാവരും ഞങ്ങള് മാനേജ് ചെയ്യണത്. ഞങ്ങൾക്ക് ചില സമയത്ത് അറിയില്ല. അങ്ങനെ നമ്മളെ ഏറ്റുണ്ടെങ്കിൽ എല്ലാവരും എന്നെ തുടരണമെന്ന്, അല്ലെങ്കിൽ ശരിയാവില്ല. പിന്നെ ഇന്ന് വിഷു കാരണം പറമ്പിലുള്ള പരിപാടികളൊന്നും ഇല്ലെന്ന്. വെറുതെ ഇപ്പോൾ കാലത്ത് പോയിട്ട് ചിരിച്ചു വരും വെള്ളം, അത്രേ ഉള്ളൂ. ഇന്ന് വേറെ പണികളൊന്നും ഇല്ല. വിഷുവിന്റെ അന്നത്തെ ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഇത്ര കഴിഞ്ഞുള്ളൂ കേട്ടാ. ഇപ്പൊ കൂടുതൽ സമയം ഒരു കൂടെ തന്നെ പറഞ്ഞോണ. അതാണ് അവിടെ ആകുമ്പോഴേ ഇങ്ങനെ എല്ലാവരും കെടുക്കും. അവിടെ പോയിരിക്കുമ്പോ ഇവിടെ ഇരിക്കുമ്പോഴാണ് അവർക്ക് ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളാണ്. എല്ലാവർക്കും ഒരുമിച്ച് അങ്ങോട്ട് അമേരിക്ക കിടക്കാൻ പറ്റും. കിടക്ക പോട്ടെ ജോലിയിൽ കിടന്നു. കല്യാണി ഇതേ ഇവിടെ ഒന്ന് കുട്ടി നമ്മുടെ അറബാൻ എടുക്കട്ടെ. നമ്മൾ നേരെ വീട്ടിലേക്ക് പോകും. വഴിക്ക് വെല്ലേച്ചിക്ക് വിളിച്ചിട്ട് സുന്ദരിച്ചിര കൊടുക്കണം.
വെള്ളിയേച്ചിക്ക് വെള്ളിയേച്ചി അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ വെള്ളിയേച്ചിക്ക് അത് കൊടുത്തിട്ട് അവിടെ പോവാൻ വേണ്ടിയ. സുന്ദരി ചീര കളയണ്ട, കുറെ നാളായിട്ടില്ലേ ഞാനില്ല പോകുമ്പോ നോക്കണ്ട് ചേച്ചിനെ. അതിന് ഞാൻ സ്പീഡ് കൂട്ടിട്ട് പോവാ വരിക അങ്ങനെയല്ലേ, അതാണ്. അപ്പൊ ശരി ചേച്ചി. അപ്പൊ കുറച്ച് ചീര അരിഞ്ഞ് നമ്മുടെ ഇവിടെ ഈ കാര്യത്തേക്കും ആദ്യം 2 സ്ഥലത്തേക്കും കൊടുക്കണം. അപ്പൊ അത് അരിഞ്ഞിട്ട് പെട്ടെന്ന് വാടാണേ വെയിലേ. അപ്പൊ ഇട്ടേ ചേച്ചിയാ. ഇനി നമുക്ക് വേഗം വീട്ടിൽ പോവാം. ഇടയ്ക്ക് വെയിൽ വാങ്ങുമ്പോൾ നല്ല സുഖം, വെയിലെത്തിക്കുമ്പോഴോ ഭയങ്കര ചൂട്. ചീരയ്ക്കും കൊടുത്തു കഴിഞ്ഞപ്പോൾ നമ്മളിതാ വീണ്ടും ഈ പറമ്പിലേക്ക് പോന്നിട്ടുണ്ട് കേട്ടോ. അത് നമ്മുടെ പടവല നോക്കിയേ. ഇത്ര പ്രാവശ്യം നമ്മൾ ഈ പടവല എത്തുമെന്ന് പടവലം പൊട്ടിച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞോട്ടെ, ഉണ്ടാവില്ല കഴിഞ്ഞു. ഇപ്പം ഇതുമ്പോൾ നിൽക്കണതൊക്കെ ഞാൻ പൊട്ടിച്ചെടുക്കാട്ടെ ചെയ്യണത്. അപ്പോഴേക്കും നമ്മളൊരു പുതിയൊരു തൈ കയറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ആ പടവല മുമ്പിക്കും ഈ പടവല ഒന്ന് ഉണ്ടായി തുടങ്ങും. പടവലേ കറി വയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റ് അല്ലേ. ഇപ്പോൾ പരിപ്പും പടവലിങ്ങും അല്ലെങ്കിൽ പടവലിങ്ങ തന്നെയൊക്കെ വെക്കാട്ടെ. ഇനിയിപ്പോൾ അതൊരു പീച്ചിങ് ഉണ്ടാവും നമുക്ക് പൊട്ടിച്ചിട്ട്. ഇതാ ഈ ഒരു പീച്ചിങ്ങ ഇല്ലാതെ നല്ല രസമില്ല കേട്ടോ കറി വയ്ക്കുമ്പോൾ. അപ്പോൾ നോക്കി നല്ല ചള്ളായിരുന്നു. അപ്പോൾ ഞാൻ പിടിച്ചപ്പോഴേക്ക് അതൊക്കെ പൊട്ടിപ്പോന്നു. കണ്ടോ, നല്ല ചള്ളായിട്ട് ഇരുന്നിരുന്നു. അതാണ് ആൾ വേഗം പോകുന്നത്. നമ്മുടെ കോവയ്ക്ക് കുറേ കോവയ്ക്കുണ്ട്. പക്ഷെ ഈ കോവയ്ക്ക് എന്താ കുഴപ്പമൊന്നുമില്ല, കുഞ്ഞു കോവയ്ക്കാ, നല്ല നീളമുള്ളതാണ്. ഇങ്ങനെ നോക്കിയേ. അപ്പം നോക്കിയേ, ഇത്രയും കോവയ്ക്ക് പൊട്ടിച്ചെടുത്തു നമ്മള്. ഇത് നല്ല നീളമുള്ള കോവയ്ക്കാണെങ്കിൽ അല്ലേ മോറ് ഫുള്ളായേനെ. ഇനിയൊന്നും നിൽക്കണില്ല, മൂത്ത് കഴിഞ്ഞ ഒന്നിനും കൊള്ളില്ലല്ലോ. അപ്പതാ ഇത്രയും കോവയ്ക്ക് പൊട്ടിച്ചു. ഇനി അതാ വീട്ടിൽ പോവാട്ടാ. നമ്മുടെ ഒരു മത്തങ്ങ പുറത്തേക്ക് ഉണ്ടായി നിൽക്കുന്നുണ്ട്, അത് മുറിക്കാൻ പോവാം. അതിനേക്കാളും മുന്നേ നോക്കിയേ, നമ്മുടെ പൂവ് കണിക്കൊന്ന പോലെ തോന്നണില്ലേ, നീണ്ടിട്ട് എന്ത് രസമല്ലേ, നല്ല ഭംഗിയ പൂവ്. വേലിക്കുട്ടി ഞാൻ പോകണ്ടിട്ടാ, അവൾക്ക് എന്തോ കിട്ടിയിട്ടുണ്ട്, അവിടെ കിടക്കട്ടെ. ഗേറ്റും കൂടി അടച്ചിട്ട് പോവാ. ഗിരി ചേച്ചി, നമ്മുടെ മത്തങ്ങ അവിടെ കിടക്കണണ്ടാ? ഉണ്ടല്ലേ. അതെ, ആ ചെടി എന്താ വാടി നോക്കണു. അച്ഛന്മാരെ കൂടെ പോയതാ അമ്മമാരോട്ട്. ആ പേളിക്കുട്ടി ഉണ്ട്. അതെ, മക്ക വാടി നോക്കണു. ആ രണ്ടുപേരും കണ്ടുമുട്ടിയല്ലോ. അപ്പൊ നമ്മളെ പേളിക്കുട്ടി ഞാൻ വരുമ്പോ അവിടെ കിടന്നതാ, അവളെ ഓടിപ്പോന്നു ഇങ്ങട്. നമ്മുടെ ഈ മത്തങ്ങ കണ്ടാ എന്തോ ഒരു ഭയങ്കര മത്തങ്ങ ആയിരുന്നു അറിയോ. ഞങ്ങളിങ്ങനെ എന്താ പറയാ, ഒരു പ്രത്യേകതയുള്ള മത്തങ്ങ നമുക്ക് കഴിഞ്ഞ വർഷം ഉണ്ടായിട്ടുണ്ട്. നോക്കിയേ, കണ്ടോ മത്തങ്ങയുടെ ഷേപ്പ് കണ്ട, ഒരു പ്രത്യേകതയാ കണ്ട. കൈയുടെ അടിയിൽ വെക്കട്ടെ, കൈ കണ്ട
നല്ല വെയിറ്റ് ഉണ്ട് കണ്ട. അപ്പോൾ ഇതിങ്ങനെ നമ്മുടെ ഈ കമ്പി വലയമ്മ ഇങ്ങനെ തൂങ്ങി കിടക്കണ്ടായിരുന്നു. ഇന്നലെ വരെ ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. ഇന്നിപ്പോൾ ഇതാ ഉച്ച തിരിഞ്ഞ് ഞങ്ങളിങ്ങോട്ട് വന്നപ്പോഴാണ് ഇപ്പോൾ ഇത് ദേ ഇങ്ങനെ കടടക്കം വാടി വെക്കണു. അവിടെ നിന്ന് തന്നെ വാടിയിട്ടുണ്ട്. എന്താ പറ്റിയെന്ന് അറിയില്ല. അപ്പോൾ അതോടുകൂടി അവിടെ നിന്ന് ഇങ്ങോട്ട് വീണു താഴേക്ക്. അല്ല ഭയങ്കര മത്തിങ്ങയായിരുന്നു. ഇത് മുറിച്ചെടുക്കാം. എന്ത് രസമല്ലേ കാണാനായിട്ട്. നല്ല ഭയങ്കര മത്തിങ്ങ. നമ്മുടെ ഈ കമ്പിയുടെ ഇതിലുമേ നമ്മൾ മറ്റേ കാറ്റ് ഗ്ലോ പടർത്തുണ്ടിട്ട ചെടി. അപ്പം അതിന് മുന്നായിട്ട് ഇതുമിക്ക് ഇപ്പം മത്തങ്ങ പടരണ്ടായിരുന്നു. അപ്പം പടർന്നോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ഇപ്പം ഇതാ നമ്മുടെ ഫാഷൻ ഫ്രൂട്ട് പടരുന്നുണ്ട്. പിന്നെ പടരേണ്ടത് നമ്മുടെ വള്ളിച്ചീര. കണ്ടോ വള്ളിച്ചീരയ്ക്ക് നോക്കിയേ. വള്ളിച്ചീര നമ്മുടെ പറമ്പിനെ പോണില്ലേ. ശരിക്കും വള്ളിച്ചീരയൊക്കെ ഇല്ലേ, എനിക്ക് തോന്നും ഒന്നും നോക്കണ്ട, എടുക്കും വേണ്ട, വെറുതെ എവിടെയും തട്ട് കൊടുത്താൽ മതി. ഇങ്ങനെ പടരും. കുറച്ച് വെള്ളം കൊടുത്താൽ മതി. പറമ്പ് നശിപ്പിക്കണ പോലെ വള്ളിച്ചീര പടരുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ അവിടേക്കൊന്നും പടർത്തണില്ല. കാരണം ബാക്കിയുള്ള ചെടിമൊക്കെ കയറി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവില്ലേ. ഇങ്ങോട്ട് കയറി വട്ടെന്ന് വെച്ചിട്ട് ഇങ്ങോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിലെ പോണ ഒരാവശ്യക്കാരൊക്കെ ഇതുമ്പോൾ ഇങ്ങനെ നുള്ളി കൊണ്ട് പോകണുണ്ട് കണ്ട തുമ്പയ്ക്കും. അപ്പം അത് നമുക്ക് വിഷയമല്ല കേട്ടാ, എല്ലാവരും പൊട്ടിച്ചോട്ടെ. പക്ഷേ ഈ മത്തങ്ങ ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മുടെ റംബുട്ടാനൊക്കെ ഇങ്ങോട്ട് ചാഞ്ഞിട്ട് നിൽക്കണം മതിലുമിക്ക്. അതൊന്നും നമ്മുടെ അവിടെ ഉള്ളവരാരും പൊട്ടിക്കില്ല കേട്ടാ. ഏത് വഴി യാത്രക്കാരിൽ പോയാലും ആരും പൊട്ടിക്കണില്ല. അങ്ങനെയും ഉണ്ട് കേട്ടാ. അപ്പോൾ നോക്കി നമ്മുടെ പേളിക്കുട്ടി ഭയങ്കര രസമായിട്ടാ. ഇതൊരു പാടായിരുന്നു. ഇപ്പം കൃഷിയൊന്നും ഇല്ല എന്നുള്ളൂ, സ്ഥലങ്ങളൊക്കെ ആൾക്കാർ മേടിച്ചിട്ട്. പക്ഷെ നമ്മുടെ പേളിക്കുട്ടിക്ക് ഇടയ്ക്ക് വരത്തേക്ക് ഇന്നാളത് ഈ തോട്ടിൽ നിന്ന് ഒരു പാമ്പിനെ വന്ന് പിടിച്ചു കൊണ്ടുപോയിട്ടാ. ഇങ്ങനെ ഒരു പ്രത്യേക തോടാ അത്. മഴ പെയ്യുമ്പോൾ പിന്നെ നിറയെ വെള്ളം ഇങ്ങനെ ഇങ്ങോട്ടൊക്കെ കവിഞ്ഞൊഴുകും. പേളിക്കുട്ടി അങ്ങോട്ട് പോയില്ലോ, നമുക്കൊന്ന് പോയി നോക്കാം. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ഇങ്ങോട്ട് ഇറങ്ങുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങോട്ട് തീരെ ഇറങ്ങാറില്ല. നോക്കി കണ്ടോ, ഇത് നമ്മുടെ വീടിൻ്റെ ബാക്ക് തോട്. ഇപ്പോഴൊക്കെ ഇങ്ങനെ കിടക്കുക. മഴ പെയ്യുമ്പോൾ സ്ഥലമൊക്കെ മാറി. കണ്ടോ, അവൾക്കൊക്കെ നോക്കി എത്ര ഈസിയാന്ന് നോക്കി ഇറങ്ങി പോവാൻ. എങ്ങടെ പോണേ, ഞാൻ പോവാട്ടാ, എനിക്ക് നേരല്ലേ. വാ പേളിക്കുട്ടിയെ, ഞാൻ പോവാണേ, ഞാൻ പോവാ. പേളിക്കുട്ടിയെ, ഞാൻ പോവാട്ടാ, ഞാൻ പോവാ. പിന്നെ നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങൾക്ക് വേണ്ടിയിട്ടാട്ടോ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ അറ്റം വരെ തടിച്ചിട്ടുള്ളത്. നമ്മുടെ പറമ്പിൽ, അത് പറമ്പിൽ നോക്കുമ്പോൾ നമുക്ക് ഇത്ര തോന്നാറില്ല. ഇപ്പം ഇവിടെ നിന്നിട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവണേ. നമ്മുടെ വള്ളിച്ചീരിയും അതേപോലെ പാഷൻ ഫ്രൂട്ടും നോക്കിയാൽ പപ്പമ്മ നല്ല ഉയരുള്ളൊരു പപ്പയാണ്. അതൊക്കെ ഇങ്ങനെ കയറി പോയിട്ട് പിന്നെ പാഷൻ ഫ്രൂട്ടുമ്പോൾ നിറച്ച് മുട്ടായിട്ടാണ് വരുന്നത്. അപ്പോൾ അതൊക്കെ ശരിക്കും ഉണ്ടാവുകയാണെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും കാണാനായാലും. അപ്പം നമ്മുടെ വിശേഷങ്ങളൊക്കെ അപ്പം ഇന്ന് ഇത്രയ്ക്കൊക്കെ ഉള്ളൂ. ഇനി അടുത്ത ദിവസം അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അമ്മയുടെ കുട്ടിപ്പട്ടാളം. പേളിക്കുട്ടിയെ എന്തൊരു സ്പീഡിൽ ഓടണേ. ഞാനല്ല ആദ്യം വന്നത്, എന്നിട്ട് പേളിക്കുട്ടി ഫസ്റ്റ് എത്തിയിരിക്കുന്നു അല്ലേ. ടൈസും കൂട്ടാ കണ്ടില്ലല്ലോ ഞാൻ പോണത്. സാരില്ല കേട്ടാ, അടുത്ത പ്രാവശ്യം പോകുമ്പോൾ ടൈസും കൂട്ടനെ വിളിക്കാം കേട്ടാ.